ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഹാൻഡ്സ് ടു ആർട്സിൻ്റെ ഈ ചാനലിലേക്കും ഈ കോഴ്സിലേക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൂലാധാര ചക്രത്തിനെ കുറിച്ചിട്ടാണ്. മൂലാധാര, മൂലം പ്ലസ് ആധാര. മൂലം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? നമ്മുടെ ബേസ് എന്നാണ്. അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, മൂലാധാരം എന്ന് പറയുമ്പോൾ റൂട്ട് എന്നാണ് അർത്ഥം. അതായത് ചെടിയുടെ മൂലം. ഓക്കെ, ചെടിയുടെ മൂലം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഇത് പൊട്ടേറ്റോ, ക്യാരറ്റ് അതൊക്കെയാണ്. അതേമാതിരി തന്നെ മൂലം, നമ്മുടെ മൂലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയും. സാൻസ്ക്രിറ്റ് വേർഡാണ്. പക്ഷേ നമ്മുടെ മൂലാധാര ചക്ര എവിടെയാണ് സ്ഥിതി ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൈ എടുത്തിട്ട് ബാക്കിലേക്ക് ഒന്ന് നിങ്ങളുടെ സ്പൈനിൻ്റെ അടിയിലേക്ക് വെച്ച് നോക്കിയാൽ അവിടെ ഒരു ടെയിൽ ബോണിൻ്റെ മരത്തെ ഇത് ഒരു ഹോൾ കാണാം. ആ ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ മൂലാധാര ചക്രം ഉള്ളത്. ഇനി മൂലാധാര ചക്രം എലൈൻഡ് ആക്കിയിട്ട് വെക്കേണ്ടതായിട്ടുള്ള എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയാം. ബിക്കോസ് മൂലാധാര ചക്രം, അതായത് റൂട്ട് ചക്ര സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമേ, എന്തിൻ്റെയും ബേസ് സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക്, അതായത് സപ്പോസ് ഒരു ടേബിളിൽ നമ്മൾ ടേബിളിൻ്റെ കാല് ശരിയല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ, ടേബിളിൻ്റെ മുകളിൽ എന്ത് സാധനം വെക്കുമ്പോഴും അത് വീണ് പോകും. അപ്പോൾ വീണ് പോകാതിരിക്കണമെങ്കിൽ സ്റ്റേബിൾ ആവണം. നമ്മുടെ കാലിന് സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴും നമ്മൾ വീണ് പോകും, ബാലൻസ് കിട്ടാതെ. അതുപോലെ തന്നെ നമ്മുടെ മൂലാധാര ചക്ര സ്റ്റേബിൾ ആക്കിയാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ലൈഫിൽ സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. ചില കളേഴ്സ് വെയർ ചെയ്യുക, ചില ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക, ചില യോഗാസനാസ് ഫോളോ ചെയ്യുക, ചില ആക്ടിവിറ്റീസ് ചെയ്യുക, അതേമാതിരി ചില മന്ത്രങ്ങൾ ജപിക്കുക. മന്ത്രം ജപിക്കേണ്ടത് അടുത്ത ലെസണിലേക്ക് നമുക്ക് പോകുമ്പോൾ മനസ്സിലാവാം. റൂട്ട് ചക്രയുടെ കളർ ചുവപ്പാണ്. മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ബീജ് മന്ത്ര നമ്മൾ ജപിക്കേണ്ടത് ലം എന്നാണ്. ലം. നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട് ചക്ര സ്റ്റേബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചില സൈൻസ് കാണാം. ഒരു ചക്രയും ഓവർലി ബാലൻസ്ഡും ആവരുത്, ലോ ആയിട്ടുള്ള ബാലൻസും ഇംബാലൻസ്ഡും ആവരുത്. എലൈൻഡ് ആവണം, ബാലൻസിൽ വരണം. അതായത് ഹൈപ്പർ ആയിട്ടാവുമ്പോൾ റൂട്ട് ചക്ര ചില ബോഡിയിൽ ചില ഡിഫറൻസസ് കാണിക്കും. അതേസമയം നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ മുകളിലും അത് എഫക്റ്റ് ആവും. ഇതേമാതിരി തന്നെ ലോ ആയിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഇറ്റ് വിൽ കോസ് സോ മെനി പ്രോബ്ലംസ്. സോ റൂട്ട് ചക്ര എലൈൻഡ് ആക്കേണ്ടതും ബാലൻസ്ഡ് ആക്കേണ്ടതും ഹീൽഡ് ആക്കേണ്ടതും